Hi everyone, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിൻറ്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്ന് മോർണിംഗ് ഇട്ട പ്രീ മാർക്കറ്റ് അനാലിസിസിന്റെ വീഡിയോന്റെ ടൈറ്റിൽ വിൽ ബിയേഴ്സ് റീ എൻറ്റർ എന്നായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദേ ഹാവ്. സോ നമ്മളിത് ടു ബി ഓണസ്റ്റ് ഇത്രയും വലിയൊരു സെൽ ഓഫ് എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ വി ഹാവ് ബീൻ വാർണിംഗ് അവർ വ്യൂവേഴ്സ് ഫോർ ദ ലാസ്റ്റ് 2 days ദാറ്റ് ചാർട്ട് പ്രകാരം ഡേറ്റ പ്രകാരം സംതിങ് വാസ് റോങ് ആൻഡ് നമ്മൾ കൂടുതലും ബെയറിഷ് ആയിട്ടുള്ള ട്രേഡ്സ് ആണ് പ്രിഫർ ചെയ്തിരുന്നത്. ഇതിനകത്ത് വറിയിങ് സൈൻ പിന്നെയും ഇതിനകത്തെ കോൾ ഫുഡ് തമ്മിലുള്ളൊരു മിസ്മാച്ച് ആണ്. അതായത് ജനറലി മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഡേറ്റയാണ് കാണുന്നത്. പക്ഷേ ഇത് മീൻസ് FIs ആർ ഹാവിങ് മോർ നമ്പർ ഓഫ് ഷോർട്ട് പൊസിഷൻ ദാൻ ലോങ് പൊസിഷൻ. ഓൾദോ വോളിയൂം ഇസ് നോട്ട് ദാറ്റ് ഹ്യൂജ്. അതായത് -78K ഫ്യൂച്ചേഴ്സിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ദേ ആർ സ്റ്റിൽ ഹോൾഡിംഗ് ഓൺ ടു ദോസ് ഷോർട്ട്. സോ നമുക്ക് മേ ബി നാളെയോ മറ്റന്നാളോ മേ ബി തേഴ്സ്ഡേ എക്സ്പയറിയോടെയോ നിങ്ങൾക്ക് മേ ബി ഒരു ബ്രേക്ക് ഡൗൺ കാണാൻ ചാൻസ് കൂടുതലാണ്. ഇൻ കേസ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലോവർ ലെവൽസിലുള്ള പുട്ട്സ് ഒക്കെ സ്പൈക്ക് ആവും. സോ ആ ഒരു പ്രൈസ് ആക്ഷനിലാണെങ്കിൽ പുട്ട്സ് സെല് ചെയ്യുന്നത് അല്പം റിസ്കി ആയിരിക്കും. നിഫ്റ്റി നാളെ ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രോബബ്ലി ഈ ഒരു സ്വിങ് ബ്രീച്ച് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കും. അങ്ങനെ ആണെങ്കിൽ നമുക്ക് പുതിയ സപ്പോർട്ട്സ് ഒന്നും ഇല്ല, 19,500 വരെയെങ്കിലും ഒരു ഡിപ്പ് കാണാം. സോ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നമുക്കൊരു 5 minute ചാർട്ടിലേക്ക് പോകാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു എം പാറ്റേൺ ബ്രേക്ക് ഡൗൺ ആണ്. അതിനുശേഷം മാർക്കറ്റ് പൂർണ്ണമായ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി ഈ കാണുന്നത് പോലെ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് ഒന്നെന്ന് പറയുന്നത് ഇവിടെ ഒരു ഗ്യാപ്പ് ഫിൽ റീജിയൻ ഉണ്ട്. അതിനോട് അടുത്ത് തന്നെ ഇറ്റ്സ് എ റൗണ്ട് നമ്പർ 19,500. സോ ഇൻ കേസ് നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പണെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഇത്രയും പോയിന്റ്സിന്റെ ഡിപ്പ്, ഒരു അറൗണ്ട് ഒരു 100 പോയിന്റ്സിന്റെ ഡിപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് ദി പ്രീവിയസ് ഡേ സെൽ ഓഫ് ആയിരിക്കും. അപ്പോൾ മാർക്കറ്റിന്റെ റേഞ്ച് ഒരു ഇന്നത്തെ ഈ സ്വിങ് ദിസ് ബിക്കംസ് വെരി ക്രിട്ടിക്കൽ ഓൺ ദ അപ്സൈഡ്. സോ നമുക്കൊരു ബൈയിങ് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 19,725 മുകളിൽ ഒരു പ്രൈസ് ആക്ഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇനി സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ് നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പ്രോബബ്ലി വി വിൽ ഗോ ആൻഡ് റീടെസ്റ്റ് ദിസ് പെർട്ടിക്കുലർ സോൺ. ആൻഡ് അതും ഹോൾഡ് ചെയ്തില്ലെങ്കിൽ വി ക്യാൻ ആക്ച്വലി സ്ലൈഡ് ഫർദർ ഡൗൺ ടു ഒരു 19,333 ലെവലിലോട്ട്. സോ മേ ബി നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഇൻഡെക്സ് മാനേജ്മെന്റ് കാണും. സോ അത്രയും വലിയൊരു സ്റ്റീപ്പ് സെൽ ഓഫ് നമ്മൾ നാളെ എക്സ്പെക്ട് ചെയ്യണ്ട. പക്ഷെ വരും ദിനങ്ങളിൽ നിഫ്റ്റി ഒരു ബെയറിഷ് മോഡിലേക്ക് നമുക്ക് കാണാൻ. ഡെയിലി ക്യാൻഡിലും ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് വെരി ഗ്രേറ്റ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റി ടു ബി ഓണസ്റ്റ് ലുക്കിംഗ് വെരി വീക്ക്. കാരണം ഈ ക്യാൻഡിൽ ഫോം ആയത് ഒരു ബെയറിഷ് മരുഭൂസവും മാത്രമല്ല, പ്രീവിയസ് ഉള്ള കുറേ സെഷൻസിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെയുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സോണാണ് 43,800. ബട്ട് ലുക്കിംഗ് അറ്റ് ദ ക്യാൻഡിൽ ഇത് ഇമ്മീഡിയറ്റ്ലി നാളെ തന്നെ ബ്രീച്ച് ചെയ്യാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലൊരു ഇൻട്രസ്റ്റിംഗ് ഡേറ്റ ചാർട്ട് അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് നോട്ട് ചെയ്തതാണ്. ഇതൊരു ഡബിൾ ടോപ്പ് ആണ്. സോ ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് ഈ ഒരു സ്വിങ് ത്രെറ്റൻഡ് ആയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡീപ്പ് കറക്ഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ലോങ് ട്രേഡ്സ് പ്ലാൻ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. മാത്രമല്ല, ഇന്നലത്തെ അനാലിസിസിൽ നമ്മൾ പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റി ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബ്രേക്ക് ഡൗൺ ഉള്ള ചാൻസ് ഉണ്ട്. സോ ഇന്നത്തെ ട്രേഡ്സും അതനുസരിച്ചിട്ടായിരുന്നു. ഞാൻ വളരെ കെയർഫുൾ ആയിരുന്നു ഫുഡ് സെല് ചെയ്ത സമയത്ത്. ബട്ട് ഈ ഒരു പുൾ ബാക്കിൽ ഐ തോട്ട് അഗെയിൻ നോ, ഇല്ല ഇന്നും ഒരു സൈഡ് വേസ് ഡേ ആയിരിക്കും എന്ന് വെച്ചാൽ ഐ ട്രൈ ടു പ്ലേ സ്ട്രാഡിൽ. ബട്ട് ദെൻ ഇമീഡിയറ്റ്ലി ഈ ക്യാൻഡിൽ ഫോം ആയി തുടങ്ങിയപ്പോഴേ ഞാൻ എൻ്റെ പുട്ടെല്ലാം സ്ക്വയർ ഓഫ് ചെയ്തിട്ട് ഞാൻ പിന്നെ എൻറ്റയർ ഡേ ആക്ച്വലി കോള് മാത്രമാണ് സെല് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റീപ്പ് സെൽ ഓഫിൽ വലിയ ഡാമേജ് ഇല്ലാതെ മെയ്ഡ് അറൌണ്ട് 19K. സോ നമ്മുടെ അനാലിസിസ് പ്രകാരം മാർക്കറ്റ് മൂവ് ചെയ്തു. ബട്ട് ദെൻ ലൈക്ക് ഇത്രയും സ്റ്റീപ്പ് ആയിട്ടുള്ളൊരു സെൽ ഓഫ് ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു.
കാരണം എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഐ തോട്ട് ഒരു റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കാനായിട്ടുള്ള സാധ്യതയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ആൻഡ് നോ ഇനി നമുക്ക് ഡേറ്റ അനാലിസിസിലേക്ക് വരാം. അഗെയിൻ ഇവിടെയും ഇറ്റ്സ് നോട്ട് ഗുഡ്, ലുക്കിംഗ് റിയലി ഗ്രേറ്റ്. ഇവിടെയും നല്ല സ്ട്രോങ് ബെയറിഷ് സിഗ്നൽസ് ആണ്. FIs are holding more number of short positions. So overall market looks very bearish. നാളെ നിഫ്റ്റി എക്സ്പയറി ആണ്. സോ രാവിലെ തന്നെ പോയി ട്രേഡ് ചെയ്ത് കാശ് കളയരുത്. നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നാളത്തെ ട്രേഡ്സ് പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു.